ഹായ്, അക്ഷിത ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോഴേ ഇന്ന് ഒരു വ്യാഴാഴ്ചയാണ്. നമ്മൾ ദേപ്പുട്ട് റെസ്റ്റോറൻറ്റിൽ പോയതാണ്. നമ്മുടെ ദിലീപേട്ടൻ്റെ സ്വന്തം റെസ്റ്റോറൻറ്റ് ജിദ്ദയിൽ ന്യൂ ആയിട്ട് ഓപ്പൺ ചെയ്തതായിരുന്നു. ഇവിടെ നമ്മളൊരു ബൊഫേ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതായത് 15 റിയാലാണ്. നമ്മൾ രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും 15 റിയാലാണ് അവർ പേ ചെയ്യുക. അതായത് ഇൻക്ലൂഡിങ് ചായ അടക്കം 15 റിയാൽ. വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 1 റിയാൽ പേ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ദേപ്പുട്ടിലെ മെനു ആണ് ഇന്നത്തെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. നമുക്ക് ഇവിടുന്ന് പ്ലേറ്റ് എടുക്കാം. ഫൈബറിൻ്റെ പ്ലേറ്റാണ്. സ്പൂണ്, ഫോക്ക് അതെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ എടുക്കുന്നത് ദേപ്പുട്ടല്ലേ, പുട്ടായിരിക്കുമല്ലോ. പക്ഷെ അത് ലാസ്റ്റാണ് ഞാൻ ഓപ്പൺ ചെയ്തത്, അതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളിങ്ങനെ കുറേ പേരുകൾ കണ്ടു. അപ്പോൾ ഞാൻ ആദ്യം പോയത് എന്തൊക്കെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് പോയതാണ്. പിന്നെ നമ്മൾ ആദ്യം എടുത്തത് ചൂട് ദോശ കൊണ്ടുവന്നിരുന്നത് കണ്ടുകൊണ്ട് ദോശ എടുത്തു. പൊറോട്ട ഉണ്ടായിരുന്നു, പൂരി, കപ്പ. ഫസ്റ്റ് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ പുട്ടാന്ന്. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു. ചപ്പാത്തി അപ്പം തീർന്നതാണ്. പൊറോട്ട തന്നെ വീറ്റ് പൊറോട്ട ഉണ്ടായിരുന്നു, സാദാ മൈദയുടെ പൊറോട്ട ഉണ്ടായിരുന്നു. ഞാൻ 2 പൂരി എടുത്തു, കുറച്ച് കപ്പ എടുത്തു, ദോശ എടുത്തു, ഒരു പൊറോട്ട എടുത്തു. ഇതെല്ലാം കൂടെ കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കഴിക്കാൻ പറ്റി എന്നുള്ളതാണ് സത്യം. പിന്നെ അപ്പുറത്ത് റവ ഉപ്പുമാവ് ഉണ്ടായിരുന്നു. പിന്നെ അതെ കണ്ടില്ലേ, പൊറോട്ട, ദോശ, അത് ഉപ്പുമാവാണ് കേട്ടോ. ഉപ്പുമാവിനോട് വലിയ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ഉപ്പുമാവ് എടുത്തില്ല. പിന്നെ അവിടെ സാമ്പാർ ഉണ്ടായിരുന്നു, വെജിറ്റബിൾ കുറുമ ഉണ്ടായിരുന്നു, ദാൽ കറി, കടലക്കറി, പിന്നെ മത്തിക്കറി, ചിക്കൻ കറി. ഇത്രയും കറികളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇത് സാമ്പാറാട്ടോ, അത് കടലക്കറി, അപ്പുറത്തിരിക്കുന്നത് സാമ്പാർ. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം നമുക്കിത് ഒരു പ്രാവശ്യമല്ല, നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. മോർണിംഗിൽ മാത്രമാണ് ഉണ്ടാവുക. 10:30 വരെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇതിൻ്റെ ടൈം എന്ന് പറഞ്ഞത് 10:30 വരെയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ബാക്കി സമയത്ത് നോർമൽ പ്രൈസാണ്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമാണ് നമുക്ക് ബൊഫേ ഉള്ളൂ. പിന്നെ ഫ്രൂട്ട്സ് അവിടെ ഇരിപ്പുണ്ട്, നമുക്ക് ഫ്രൂട്ട്സും വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. ദാൽ കറിയും വെജിറ്റബിൾ കുറുമയും ആണ് അവിടെ ആയിരിക്കുന്നത്. ഇപ്പം നല്ല മുട്ടക്കറി ഉണ്ട് കേട്ടോ. മുട്ടക്കറിയിൽ മുട്ട ഒഴിക്കുന്നത് മുട്ടക്കറിയാണ്. മുട്ടക്കറിയിൽ മുട്ട ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഈ വരുന്ന ആൾക്കാർക്കനുസരിച്ച് അവർ പുഴുങ്ങി അപ്പോഴത്തേനും അത് റീഫിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്ന നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോഴേക്കും പിന്നെ മുട്ട കൊണ്ടുവന്നിട്ട് ഞങ്ങൾ രണ്ടാമത് ആ മുട്ടക്കറി എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇൻറ്റീരിയർ പറയാനാണെങ്കിൽ നല്ല രസമാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ്. പുതിയ തുടങ്ങിയ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ പോയതുകൊണ്ട് ഇതേ കണ്ടോ, നിറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നത് കണ്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമ്മൾ ആദ്യം ഇവിടെ ഇരുന്നു. അതിൻ്റെ ഇൻറ്റീരിയറിൽ നിറച്ച് ഫ്ലവർ പെറ്റൽസാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ കഴിച്ചു തുടങ്ങി. എല്ലാവർക്കും അത്യാവശ്യം ഹെവി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഹെവി ആയിരുന്നു എന്നില്ല, ഹെവി ആണ്. ഇത് നമ്മുടെ ശിവരാത്രിയുടെ കുറച്ച് വിഷ്വൽസ് ഞാനിതിൽ ഇടയിൽ ആഡ് ചെയ്തതാണ്. രാത്രിയിലെ കാവടിയുടെ വിഷ്വൽസാണ്. ഇന്നലെ ഞാൻ ഇട്ടെങ്കിലും അതിനകത്ത് ഫുള്ള് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. രാത്രി എനിക്ക് എൻ്റെ കസിൻസ് അയച്ചു തന്നതാണ് കാവടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് നമ്മൾ അത് കഴിഞ്ഞ് ഡെറിൻ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഒപ്റ്റിക്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കണ്ണ് കാണിക്കാൻ വേണ്ടി പോയതാണ്. കണ്ണ് കാണിക്കാൻ ഞാൻ ഫക്കീൽ തന്നെയാണ് കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് ആ ലിസ്റ്റും കൊണ്ട് നമ്മൾ ഈ ഡെറിൻ ഒപ്റ്റിക്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഐ ഗ്ലാസ് 2 സെലക്ട് ചെയ്യാം. അത് അവർ നമ്മുടെ പവർ അനുസരിച്ച് ആക്കി തരും. നമ്മുടെ ഇൻഷുറൻസ് കവേർഡാണ്. നമ്മൾ എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അത് എല്ലാവർക്കും ലേക്ക് എത്തിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാട്ടോ ഞാനത് അവിടെ ചെന്നിട്ട് അവരോട് പെർമിഷൻ എടുക്കാത്തതുകൊണ്ട് ഗ്ലാസസിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ജസ്റ്റ് ഡെറിൻ ഒപ്റ്റിക്സ് നല്ല നമ്മുടെ ഫക്കി ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. ഇനി വീണ്ടും തിരിച്ച് നാട്ടിലോട്ട് പോയി. ഇത് രാത്രിയിലെ വേറെ കുറച്ച് കാഴ്ചകളാണ്. അതായത് നമ്മുടെ ഈ മ്യൂസിക്കിനനുസരിച്ച് മറ്റേ ഇത് പേപ്പർ പൊട്ടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിനെന്താ പറയുകയെന്നറിയില്ല, ഗൺഷൂട്ട് പോലെ അങ്ങനത്തെ സംഭവമാണ്. പിന്നെ രാത്രിയിൽ ശരിക്കും ഇത് മ്യൂസിക് ഇട്ട് പ്ലേ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേനും അത് പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ ഒന്നും പ്ലേ ഇതാക്കാതിരുന്നത്. നമ്മുടെ കാവടിയുടെ ലാസ്റ്റ് കലാശക്കുട്ടിൻ്റെ സമയമാണത്. അങ്ങനെ ഒരു വർഷത്തെ
കാത്തിരിപ്പാണല്ലോ അവിടെ കഴിയണേ. ഇനി അടുത്ത വർഷം വീണ്ടും ശിവരാത്രി വരണം വരെയും ഞങ്ങളുടെ മുതുവരെയുള്ള ആൾക്കാർക്ക് ഈ ഓർമ്മകളാണല്ലോ ഉണ്ടാവുക. കാവടി സൂപ്പറായിരുന്നു എന്നാണ് പൊതുവെ അറിഞ്ഞത്. പിന്നെ കൂടുതലായിട്ടൊന്നും അറിയാൻ പറ്റിയില്ല, കാരണം വീഡിയോ കോൾ ചെയ്തെങ്കിലും നെറ്റ് വർക്ക് പ്രശ്നം ഉണ്ടായിരുന്ന കാരണം എനിക്ക് കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. ഇങ്ങനെ വീഡിയോസിൽ കണ്ടതേ ഉള്ളൂ ശിവരാത്രി. ഇടയിൽ എവിടെയോ ഒരു തീപിടുത്തം ഉണ്ടായെന്ന് പറഞ്ഞു. പടക്കം വലിയ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ ആ പൊട്ടിച്ച സമയത്ത് അപ്പുറത്തെ പറമ്പിലേക്ക് പോയി ഒരു തീപ്പൊരി ഇതായിട്ട് ജസ്റ്റ് തീ കത്തിയായിരുന്നത്. ഇതാണ് സംഭവം. ആ പേപ്പർ ഇതാക്കണത് അത് ഓരോ കാവടി വരുന്ന സമയത്ത് ഇതിന് എത്രയാ 10,000 അങ്ങാണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ആ പേപ്പർ നല്ല രസമല്ലേ അതിനകത്ത് കിടന്ന് തുള്ളാന്ന് പറയുന്നത്. അതാണ് സംഭവം. ആ തുടക്കത്തിൽ കാണിച്ച വീഡിയോ. പിന്നെ ഇത് പകലിൽ പൂരം 5 ആന പൂരം ഉണ്ടായിരുന്നു. ആ പൂരത്തിൻ്റെ വിഷ്വലാണ്. ആനകളുടെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആനേനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് ലാസ്റ്റ് അനിയത്തിയുടെ പിള്ളേർ കണ്ണമാമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു വഴക്കാണ് കേട്ടോ. 2 പേർക്കും മാമനെ വേണം, ഒരു മാമയേ ഉള്ളൂ. അതാണത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.